ഇനി ഒരു സംശയം, മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു. വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2009 വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പം ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചു തെറ്റാ. മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു, സോറി കേട്ടോ ഞാൻ ടൈറ്റാണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. വേണ്ട വേണ്ട, അവിടെ വാട്സ്ആപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി. ഇവന്റെ മുഖത്ത് നോക്കി അവരിൽ ഒരുത്തി പറയാ ഐ ലവ് യു. മുകേഷ് ചേട്ടാന്നാണ് പറയുക. ഒന്നുമില്ല. ഞാനിപ്പോ എല്ലാവരും ചേട്ടാ ചേട്ടൻ വിളിച്ച് അങ്ങ് ശീലിച്ചു പോയോണ്ട് എല്ലാവരും ചേട്ടൻ വിളിക്കാറുള്ളത്. വാട്സ്ആപ്പ് ചാറ്റിൽ ഇപ്പോഴും മുകേഷ് എന്ന് വരുന്നില്ല. നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പൊ ഒരു MLA സ്ഥാനത്തിരിക്കുകയല്ലേ. അവക്ക് ഇഷ്ടമായി, അവിടെ മോഹം കണ്ടാ എനിക്കറിയാമല്ലോ, നീ അങ്ങോട്ട് ചെല്ലടി. അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരത്ത് എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണംകെട്ടിയല്ല. കാരണന്മാരെ നമ്മളെ പഠിക്കാൻ പറ്റുന്നത് നന്നായിട്ട് പഠിക്കാനായിട്ടാണ്, അല്ലാണ്ട് ഉഴപ്പാനായിട്ടല്ല. ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ, ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്, അത് കാണിക്കട്ടെ. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും, ആര് കൊള്ളും? ഞാൻ തന്നെ മെസ്സേജ് ആദ്യകാലത്ത് കണ്ട് അയച്ചായിരുന്നു. സോമന, മുകേഷ് ചേട്ടൻ ഇതൊക്കെ കളാമ, സരിത ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, സരിത ചേച്ചിയുടെ 2 ആൺകുട്ടികൾ, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ആദ്യകാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അതോ ഞാൻ ഓർക്കുന്നുണ്ട്, ശരിക്കും ഓർക്കണില്ല. എന്നാലും മാത്രം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമേറ്റ് എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും. ഹലോ, ചുംബനത്തിന്റെ ഒരു സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട്. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്, എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻ. ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്, അതെന്റെ ഒരു സ്നേഹപ്രകടനം, ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. അക്കൗണ്ട് നമ്പർ എടുക്കണം, അക്കൗണ്ട് നമ്പർ നമ്മുടെ മുകേഷിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം. അതങ്ങനെ കസിൻ ചെയ്തൊരു ചെയ്ത്താണ്. അതാണ് ശരിക്കും ഇപ്പൊ പാരയായതല്ലേ മിനു? പാരയല്ല, അത് അനുഗ്രഹമായി. ഞാനത് കാണാതിരുന്നത് നന്നായി. ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കത്തില്ലേ? ഇത് ഭയങ്കര ഒരു പ്രൂഫ് അല്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ അപ്പൊ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തായിരുന്നേ. പക്ഷെ അന്ന് ഇത് കാണാതിരുന്നത് എനിക്കത് അനുഗ്രഹമായി മാറിയോ ചെയ്തേ.